ശുഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് സമയം മുറ്റം വൃത്തിയാക്കുന്ന പണി കേട്ടോ. ഇങ്ങനെ കണ്ട കാട് ഭയങ്കരമായിട്ട് കാട് കയറി നമ്മുടെ പച്ചക്കറിയൊക്കെ മഴ പെയ്തിട്ട് എല്ലാം ഇങ്ങോട്ട് വീണ് കിടക്കുക കണ്ടോ. ഇതെല്ലാം ചെരിഞ്ഞു വീണു. ചീര മാത്രം ഉഷാറായി നിൽക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഇതൊക്കെ ഇങ്ങോട്ട് ചുവട്ടിലെ മണ്ണ് പോയിട്ട് എല്ലാം ഇങ്ങോട്ട് വന്നു എന്നുണ്ടോ നമ്മുടെ കൃഷികൾ. അപ്പോൾ അതിനിടയ്ക്ക് മുറ്റം നിറച്ചും കാടാണ്. അതൊക്കെ നമുക്ക് പറിച്ച് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ ഈ വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ നിങ്ങളോടൊരു കഥയും പറയാം. കഥ എന്ന് പറഞ്ഞാൽ കഥയില്ല, സ്വന്തം അനുഭവം കേട്ടോ. എൻ്റെ വീട് ഇർളം കല്ലോണിക്കുന്നാണ്. കേട്ടിട്ടുണ്ടാവുമായിരിക്കും. പുൽപ്പള്ളിയാണ് സ്ഥലം. അപ്പോൾ ഞാൻ അവിടുന്ന് രാവിലെ ഞങ്ങൾ പണിക്ക് പോകുമ്പം ഒരു 5:45 നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങും പണിക്ക്. അവിടുന്ന് ഓടി ഒരുപാട് ഓടിയും നടന്നും ഒക്കെയാണ് നമ്മൾ ബസ് എത്തുന്നിടത്ത് വരണം. മെയിൻ റോഡിൽ എത്തണമെങ്കിൽ ഒരുപാട് ദൂരം നടക്കണം. അങ്ങനെ വരുന്ന സമയത്തെ ഒരു കോളനിയിൽ നിന്ന് റോഡ് ഉണ്ട് ഈ മെയിൻ റോഡിലേക്ക്. ആ റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഞാൻ ആ കോളനി റോഡിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കുണ്ട് ഒരാന എൻ്റെ മുമ്പിലേക്ക് തുമ്പിക്കൈയൊക്കെ വീശി. അതൊരു ഇറക്കമുള്ള സ്ഥലമായിരുന്നു ആ റോഡ്. ആന വരുന്ന റോഡ് അത് ഭയങ്കര ഒരു ഇറക്കമാണ്. ആന അവിടുന്ന് പാഞ്ഞ് ഓടിയ വരുന്നത്. ഞാനും ആനയും നേരെ മുട്ടിപ്പോയി. മുട്ടിയില്ല എന്ന് പറഞ്ഞ പോലെയായി. ഞാനും അവിടുന്ന് ദൂരേന്ന് ഓടി വന്നതുകൊണ്ട് എനിക്ക് കതച്ചിട്ടും ഓടിയിട്ട് ഒക്കെ ആയിട്ട് ഞാനും ക്ഷീണിച്ചാണ് എത്തുന്നത്. പിന്നെ ആന വെടുകയും കൂടി ചെയ്തപ്പോൾ നമുക്ക് എങ്ങോട്ട് ഓടണം എന്നറിയാതെ ആയിപ്പോയി. നമുക്കങ്ങനെ ഒരു ആപത്ത് വരുമ്പോൾ അതിനെക്കുറിച്ച് എങ്ങോട്ട് പോകണം, നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം കിട്ടൂല. പെട്ടെന്ന് നമ്മൾ മരച്ച് നിന്ന് പോകും പോലെ ആയിപ്പോയി. ഞാൻ പക്ഷേ തിരിഞ്ഞ് ഓടിയപ്പോൾ പാലും കൊണ്ടുപോകുന്ന കുറേ ആൾക്കാർ ഉണ്ടാവും, ചേട്ടനൊക്കെ. അതിലൊരു കുഞ്ഞുമോൻ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അതുപോലെ അതൊക്കെ നമ്മുടെ അയൽവക്കക്കാരാട്ടോ. ആ ചേട്ടനുണ്ട്. അവരൊക്കെ പാലും കൊണ്ട് നടപ്പം അവരെന്നോട് പറഞ്ഞു, അവിടെ ആനയുണ്ട്, ആന വരുന്നുണ്ടേ, നോക്കണേന്ന് പറഞ്ഞു. ഞാനാണ് അവിടുന്ന് ആദ്യം പണിക്ക് പോരുന്ന ആൾ. അവിടെ മറ്റുള്ളവരൊന്നും അങ്ങനെ പണിക്ക് പോരുന്നവരല്ല. ഞാൻ നേരം വിളിക്കുന്നതിന് മുമ്പ് പണിക്ക് പോകണം. അപ്പോൾ അങ്ങനെ ആന വരുന്നുണ്ടേന്ന് പറഞ്ഞു. പറയലും അല്ല, എൻ്റെ മുമ്പിലെത്തി ആന. അവിടെ ഞാൻ ഓടി അങ്ങോട്ട്. വീടുകളിലൊന്നും ആരും എണീറ്റിട്ടില്ല ആ സമയത്തൊന്നും. ആരും വാതിൽ തുറന്നില്ല, ഗേറ്റ് തുറന്നില്ല. അപ്പോൾ ഈ ചേട്ടൻ വലിയ സൗണ്ടിൽ എനിക്ക് കരയാനും സൗണ്ട് വരുന്നില്ല. എൻ്റെ ശബ്ദമൊക്കെ നിന്നുപോയി, സൗണ്ടേ വരുന്നില്ല. എന്നിട്ട് അപ്പോൾ ചേട്ടന് ഒരു ഗേറ്റിൻ്റെ വാതിൽ മുട്ടി അവിടുന്ന് വിളിക്കുന്നുണ്ട്. ഞാനിവിടുന്ന് ഓടുന്നുള്ളൂ. എൻ്റെ പുറകെ ആനയുണ്ട്. ആന എന്തായാലും കുതിച്ചല്ല വരുന്നത്, സാവകാശമാണ് വരുന്നത്. തുമ്പിക്കൈയൊക്കെ മേലോട്ട് ചുരുട്ടി വളച്ച് പിടിച്ച് കാറി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ ഗേറ്റിൻ്റെ വാതിൽ ആ ചേട്ടൻ മുട്ടി വിളിച്ചപ്പോൾ അവിടുത്തെ ചേച്ചി വേഗം ഗേറ്റ് തുറന്നു. പൂട്ടിയിട്ടില്ലായിരുന്നു, ഗേറ്റ് തുറന്നു. എന്നെ പിടിച്ച് വലിച്ച് ആ ഗേറ്റിൻ്റെ മുറ്റത്തേക്കാക്കി ചേട്ടൻ. അയാളും കയറി നിന്നു. ആന ആ തുമ്പിക്കൈ ചുരുട്ടി ആ വീടിൻ്റെ വാതിൽക്ക് നിന്നിട്ട് തുമ്പിക്കൈയെല്ലാം കൂടെ മേലോട്ട് പിടിച്ച് പെരട്ടി എന്തോ ഭയങ്കര കാർച്ച. തുമ്പിക്കൈ റോഡിലിട്ട് തല്ലുക, എന്തെല്ലോ ചെയ്യുന്നുണ്ട് ആന. എന്നെ കിട്ടാത്തതിൻ്റെ ദേഷ്യം. ഒരു സെക്കൻഡ് മതിയായിരുന്നു എന്നെ പിടിക്കാൻ. അവിടുന്ന് ഒക്കെ എന്നെ ദൈവം രക്ഷപ്പെടുത്തി. ദൈവം ആയിട്ട് ആ കുഞ്ഞുമോൻ ചേട്ടൻ വന്നു രക്ഷപ്പെടുത്തിയതാണ്. അപ്പം ആ ചേട്ടൻ്റെ ചേച്ചിയും ആ വീട്ടിലുള്ള ചേച്ചിയും, ആ ചേട്ടൻ്റെ ചേച്ചിയല്ല, വീട്ടിൽ ഗേറ്റിൻ്റെ ആ വീട്ടിലെ ഗേറ്റ് തുറന്ന ആ വീട്ടിലെ ചേച്ചി, അവരുമായിട്ടൊന്നും എനിക്ക് വലിയ പരിചയമില്ല. അതിലേക്ക് വലിച്ച അങ്ങോട്ട് വേഗം കയറുമെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് കയറ്റി. ഞാൻ അവിടെ വീണു. അതിനു മുമ്പ് റോഡിൽ വീണു. ഞാൻ ഈ ആനയെ കണ്ടിട്ട് റോഡിൽ വീണിട്ട് എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല.
അപ്പോൾ അവരെല്ലാവരും വിളിച്ച് പറയുന്നുണ്ട്, ഈ അവിടുത്തെ ചേച്ചിയും അവിടെ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്, ആന വരുന്നതെന്ന് ഓരോ സ്ഥലത്തുനിന്ന് വിളിച്ച് പറയും, ബിസിൽ അടിക്കും, വിളിച്ച് പറയും. അതുപോലെ തന്നെ ഫോണുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ വിളിച്ച് പറയും, ആന വരുന്നുണ്ടേ എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ അറിയുന്നത്. പക്ഷേ എനിക്കങ്ങനെ ഫോണിലൊന്ന് വരാനോ അങ്ങനെ പറയാനോ ഒന്നും നമുക്ക് അങ്ങനെ കൂട്ടുകാരൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ആർക്കും അറിയുകയില്ല. അപ്പോൾ ഒന്നും നമ്മളറിയുന്നില്ല. നമ്മൾ രാവിലെ സാധാ പോലെ പണിക്ക് പോകുന്നതല്ലേ. അങ്ങനെ ഞാൻ ആ റോഡിൽ വീണ് എൻ്റെ കാലെല്ലാം പൊട്ടി ചോര, കാലും മേലും മുഖവും ചങ്കൊക്കെ അടിച്ച് ഞാൻ അവിടുന്ന് വീണിട്ട് അപ്പോൾ തന്നെ എനിക്ക് ശരീരം തളർന്നു പോയല്ലേ, എനിക്ക് എണീക്കാനേ പറ്റുന്നില്ല. അപ്പോഴവർ പറഞ്ഞു എണീക്കാൻ പറ്റും. അവിടുന്ന് മുകളിലെ വീട്ടിൽ നിന്ന് ആ ചേച്ചി വിളിച്ച് പറഞ്ഞിട്ട്, ശോഭി നിനക്ക് എണീക്കാൻ പറ്റും, എണീക്കാൻ പറ്റും, നീ ശ്രമിക്കില്ലെങ്കിൽ ആന അപ്പോൾ അവിടെ എന്തോ ഒരു സാധനമുണ്ട്, ആ വാഴയോ എന്തോ ഒന്നുണ്ട്, അതിൻ്റെ തണ്ട് ഒടിച്ചിട്ടിങ്ങനെ റോഡിൽ സൈഡിൽ എന്തോ ഒരു ഇത് നിൽപ്പുണ്ട്. എന്താന്ന് തന്നെ ഞാൻ അന്ന് നോക്കിയിട്ടില്ല കേട്ടോ. ആ സാധനം തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ആ സെക്കൻഡ് കൊണ്ട് ആ കാലിൻ്റെ ചുവട്ടിൽ കൂടി എന്ന് പറയുമ്പോഴാണ് ഞാൻ ആ വീട്ടിലേക്ക് കയറി രക്ഷപ്പെട്ടത്. ഒരു സെക്കൻഡും കൊണ്ട് എങ്ങനെയാണ് ഞാൻ അവിടുന്ന് എണീറ്റതെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. ഞാൻ എണീറ്റ് പിന്നെ ഓടി അവരെ വീട്ടിൽ കയറി നിന്നപ്പോൾ തന്നെ ആന തിരിഞ്ഞങ്ങ് നിന്നിട്ട് അതിൻ്റെ തുമ്പിക്കൈ ഇട്ട് ഈ റോഡിൽ ഇങ്ങനെ വളച്ച് കൂട്ടിയിട്ട് അടിക്കുക, ശബ്ദം ഉണ്ടാക്കുക. ആന അവിടെ നിന്ന് ഒരു കറക്കം, റൗണ്ട് അടിക്കുക. ആന ഇങ്ങനെ നിന്ന് കറങ്ങുന്ന പോലെ. അയ്യോ, ആൾക്കാരെല്ലാം പേടിച്ചു പോയി. ആ ചേട്ടന് പനി പിടിച്ച്, അപ്പം തന്നെ ആ ചേട്ടനവിടെ പനി പിടിച്ച് കരഞ്ഞിട്ട് കുറേ ആൾക്കാരെ ഫോൺ ചെയ്ത് വിളിച്ചു, ഫോറസ്റ്റുകാരെ വിളിക്കുന്നു. ഇതാവണ്ടേ, ഫോറസ്റ്റുകാരെ വിളിക്കുന്നു. പിന്നെ എങ്ങനെയൊക്കെയാണോ അവിടുന്ന് പടക്കം പൊട്ടിച്ച് ബേക്കിൽ നിന്ന് കുറേ അക്കരെ കുന്നേലുള്ള കുറേ പിള്ളേർ വന്നിട്ട് പടക്കം പൊട്ടിച്ചിട്ടാണ് ആന അവിടുന്ന് പോകുന്നത്. ആന പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഈ ചേട്ടൻ്റെ സൗണ്ടൊക്കെ പോയി കാറിയിട്ട്. എന്നെ ഇപ്പോൾ കൊന്നു എന്നാണ് എല്ലാവരും പറയണത്. ഇപ്പം തന്നെ ചവിട്ടി കൊന്നു. കാലൊന്ന് പൊന്തിച്ച എൻ്റെ തലയിലാണ് ഞാൻ അവിടെ വീണ് കിടക്കുമ്പോൾ. അങ്ങനെ ഒരു മരണത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് പോന്ന ആളാണ്. അല്ലെങ്കിൽ ആനയ്ക്ക് ഒരു സെക്കൻഡും കൊണ്ട് തന്നെ തീർക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജീവിതം ഒരുപാട് പിന്നെ അനുഭവിക്കാനും നല്ലതും ചീത്തയും ഒക്കെ അറിയാനും അനുഭവിക്കാനും ഒക്കെ ആയിട്ടാണ് ജീവിതം. അതുകൊണ്ട് നമ്മുടെ ആയുസ്സ് തീർന്നാൽ മാത്രമേ നമ്മൾ മരിക്കാൻ കഴിയുള്ളൂ, മരണം വരുള്ളൂ. അല്ലെങ്കിലൊക്കെ നമ്മൾ എവിടെ നിന്നെല്ലാം ആണെങ്കിലും നമ്മൾ ഉരുണ്ട് പുരണ്ട് എണീറ്റ് രക്ഷപ്പെട്ടു പോരും. അതാണ് മനുഷ്യൻ്റെ ജന്മം. അത് ദൈവം നിശ്ചയിച്ച ആയുസ് ആണ്. അതിൽ നിന്നൊക്കെ പല പ്രാവശ്യം വേറെ ഓരോ കുടുംബ പ്രശ്നമൊക്കെ ആയിട്ടൊക്കെ ആണെങ്കിലും എനിക്ക് പല സംഗതികളിലും മരിക്കണം എന്നുള്ള ആഗ്രഹം അങ്ങനെ വന്നിട്ടുണ്ട്, മരിച്ചേക്കാൻ തോന്നിയിട്ടുണ്ട്. അതേപോലെ ദുരിതങ്ങളായിരുന്നു നമ്മളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ വീട്ടിൽ. അപ്പോൾ ഞാൻ നോക്കുമ്പം ആനയൊക്കെ എത്ര നിസ്സാരം പോലെ എനിക്ക് അന്ന് തോന്നിയത്. അത്രയ്ക്കും ദുഷ്ടനായിരുന്നു എന്നെ താലി കെട്ടിക്കൊണ്ടുപോയ ആൾ. അതൊക്കെ അവിടെയുള്ളവർക്കൊക്കെ അറിയാം. എല്ലാവർക്കും എന്നോട് സഹതാപമാണ് എപ്പോഴും. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർക്കായാലും എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോയവർക്കായാലും എപ്പോഴും എല്ലാവർക്കും സഹതാപമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ആണല്ലോ നിൻ്റെ ജീവിതം, അങ്ങനെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അറിയുന്നവർക്കൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് ഞാൻ പറയുകയാണ്. ഇപ്പം നമ്മുടെ കാടും പറിച്ച് കഴിഞ്ഞിട്ടില്ല, ഇത്രയും കൂടി ഉണ്ട്, ഇതും കൂടി ഉള്ളൂ. നിങ്ങൾ പറിച്ച് കഴിഞ്ഞാൽ